ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോഴും വെയിറ്റ് ലോസിലാണ്. വെയിറ്റ് ലോസിലെ കാര്യങ്ങളും ഡെയിലി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്ത എല്ലാവരും വേഗം വേഗം ജോയിൻ ചെയ്തോളൂ. പിന്നെ ന്യൂ ഇയർ ആണ്, ക്രിസ്മസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വെയിറ്റ് പ്ലസ് അതും കൂടെ ചേർന്നിട്ട് ഒരുമിച്ചൊക്കെ ഒരു ലോഡ് ഉണ്ടാവും കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇപ്പൊ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ നമ്മൾ ചെറുതായിട്ട് ഇത്തിരി കഴിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ച് ചുമ്മാ വെറുതെ ഓവറായിട്ട് ഇത് ഞാൻ ഇതും കൂടെ കഴിഞ്ഞിട്ട് വണ്ണം കുറയ്ക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ടൈം മാത്രം പോവും, അല്ലാതെ വേറെ ഒരു കാര്യം ഉണ്ടാവൂല. അപ്പം ഇന്നലെ ഞാനിട്ട വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കാർബ്സിന് പകരം നമുക്ക് എന്തൊക്കെ എടുക്കാമെന്ന് ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളെ കാർബ്സ് കഴിക്കില്ലേ, അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ വെയിറ്റ് പൊക്കോണ്ടിരിക്കും. പക്ഷെ ഒരു സമയം എത്തുമ്പോൾ നമ്മുടെ വെയിറ്റ് അങ്ങ് സ്റ്റക്ക് ആവും. പിന്നെ നമ്മുടെ വെയിറ്റ് അങ്ങ് മൂവ് ഓൺ ആവില്ല. അപ്പം ഞാനിതിന് അവിടെ ഇവിടെയൊക്കെ കുറേ ടിപ്സും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും കോമൺ ആണ് കേട്ടോ, അത് ഒരാൾക്ക് മാത്രമല്ല. പിന്നെ ഇന്ന് വെയിറ്റ് 70 ആയിരിക്കും, നാളെ വെയിറ്റ് 71 എന്നാൽ പ്രോപ്പറായിട്ട് വണ്ണം കുറയ്ക്കുന്നുമുണ്ട്. അങ്ങനെയും കുറെ കാര്യങ്ങൾ വരാം. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എന്ന് ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോ വെറുതെ കണ്ടുപോകാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണൊക്കെ ഓൺ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത്, ഇനി നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കമൻറ്റ് ചെയ്യാം, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. അപ്പം ഞാൻ അതിൽ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ തരാം. അപ്പം എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഞാൻ ഓൾറെഡി എൻ്റെ ബയോയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാത്തവരെല്ലാം അതൊന്ന് നോക്കി നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. എൻ്റെ ഇതേ സെയിം നെയിം തന്നെയാണ്. അതിൽ നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് വരുമ്പോഴാണ് ഞാൻ അതെല്ലാം കൂടി ചേർത്തിട്ടൊരു വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എൻ്റെ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ എന്താണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, വെയിറ്റ് സ്റ്റക്കിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എനിക്ക് വെയിറ്റ് സ്റ്റക്ക് വരാറുണ്ട് കേട്ടോ. ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത ഫസ്റ്റ് ടൈം അപ്പൊ എനിക്ക് ഈ പറയുന്ന പോലെ കാര്യം എനിക്ക് വെയിറ്റിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട്, വെയിറ്റ് നോക്കുന്ന മെഷീൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സ്റ്റക്കാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. മാസം അവസാനമാണ് ഞാൻ പോയി ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ആ ഒരു ജേർണിയിൽ എനിക്കറിയില്ല. പിന്നീടുള്ള വെയിറ്റ് ലോസ് ഞാൻ എടുത്ത സമയത്ത് ഈ പറയുന്ന പോലെ 10-15 ദിവസത്തോളം എനിക്ക് ഒരേ വെയിറ്റ് തന്നെ അങ്ങനെ നിന്നോട്ടോ, കൂടുന്നില്ല കുറയുന്നില്ല. വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അറ്റം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഡയറ്റും അതുപോലെ ചെയ്യുന്നുണ്ട്, ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഷുഗർ ഞാൻ എന്ത് ചെയ്തു, ആ ആഴ്ചയിൽ കുറച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അതും ഞാൻ പറയാം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്തു, വെയിറ്റ് ഭയങ്കരമായിട്ട് സ്റ്റക്കായി. അപ്പൊ ഞാൻ ആ സമയത്ത് എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഉള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ട് ഞാനിത് പറഞ്ഞുതരാം. 1-2 കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ഈ സ്റ്റക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പുതിയ ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിക്ക് കുറച്ച് ടൈം എടുക്കും. ആ ടൈം വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ വെയിറ്റ് സ്റ്റക്ക് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് സ്ട്രെസ് ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെ ഹോർമോണൽ ഇംബാലൻസ്, നമുക്ക് പീരിയഡ്സ് ആയിട്ട് ഇരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ഈ പറയുന്ന പോലെ വെയിറ്റ് സ്റ്റക്ക് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതൽ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ നമ്മൾ സെയിം ടൈപ്പ് എക്സസൈസ് ആണ് ചെയ്യുന്നത്, എക്സസൈസിന് വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ വെയിറ്റ് സ്റ്റക്ക് ഉണ്ടാകാം. പിന്നെ നമ്മളെ കാലറി ഇൻടേക്ക് ഉണ്ടല്ലോ, കുറേ ഈ ബദാം ഒരുപാട് കഴിക്കുക, നട്ട്സ് നമ്മൾ ഒരുപാട് നമ്മളിത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാലറി കൂടുതലാണ്. ഈ നട്ട്സ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയില്ല, കാര്യം വളരെ ചെറിയൊരു സാധനം ആയതുകൊണ്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം അത് നമുക്ക് വയറ് നിറയില്ല ഈ നട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ നട്ട്സ് ഓവറായിട്ട് ഇൻടേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ കാലറി കൂടുതലായിട്ട് വെയിറ്റ് സ്റ്റക്ക് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലായിട്ട് നമുക്ക് കാണിക്കാറുണ്ട്. പിന്നെ പ്രോട്ടീൻ എടുക്കുന്ന കാര്യം കുറവാണെങ്കിൽ മസ്റ്റായിട്ടും വെയിറ്റ് നമുക്ക് വെയിറ്റ് സ്റ്റക്ക് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലോ നമുക്ക് വേറെ പ്രത്യേകിച്ച് ചേഞ്ചോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ വാട്ടർ റിട്ടൻഷൻ, നമ്മൾ വെള്ളം കുടിക്കുന്ന അനുസരിച്ച് ബോഡിയിൽ നിന്ന് വെള്ളം ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ വെയിറ്റ് സ്റ്റക്ക് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലായിട്ട് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്കിനി എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്.
കാലറി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം നമ്മുടെ കാലറി നമ്മൾ ഇപ്പോൾ ഞാൻ 1300 കാലറിയാണ് ഒരു ദിവസം എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് നോക്കുമ്പോൾ വെയിറ്റ് സ്റ്റക്കായിട്ടിരിക്കുന്നത്. ഞാൻ ഒരു 3 ദിവസത്തേക്ക് 1500 കാലറി ഞാൻ എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ 300 ഒരു 200 കാലറി നമ്മൾ കൂടുതൽ എടുക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, വെയിറ്റ് സ്റ്റക്ക് മാറുകയും പിന്നെ നമുക്ക് ആ വെയിറ്റ് സ്റ്റക്ക് മാറിയതിന് ശേഷം പഴയ റൊട്ടീനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പിന്നെ നമുക്ക് വെയിറ്റ് കൂടി പോകും, അപ്പോൾ പഴയ റൊട്ടീനിലേക്ക് കൊണ്ടുവരാം. ഇത് ഒരു മെത്തഡാണ് ചെയ്യാന്നുള്ളത്. ഞാൻ കാലറി എന്തുകൊണ്ടാണ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നുകിൽ നമ്മൾ 1500 ആണെങ്കിൽ പറയുമ്പോൾ 1300 കാലറി നമുക്ക് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ കുറവ് കാലറി എടുക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കാലറി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൽത്ത് ഇഷ്യൂസ് വരും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. അപ്പൊ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. പ്രോട്ടീൻ ഇൻടേക്ക് നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഒരു ദിവസം എടുക്കുന്നതിൽ പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. എഗ്ഗിൽ നിന്നും പനീറിൽ നിന്നും പിന്നെ നമ്മുടെ ദാലിൽ നിന്നും പയറ്, അങ്ങനെ പല 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 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടും. ഈ പ്രോട്ടീൻ എല്ലാം ചേർത്തിട്ട് നമ്മുടെ ഡയറ്റിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. പ്രോട്ടീൻ കൂട്ടുമ്പോൾ മെറ്റാബോളിസം കൂടുകയും അതുപോലെ തന്നെ ഫാറ്റ് ബേൺ കൂടുകയും ചെയ്യും. ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. ഇപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് എടുത്തിരിക്കണം. പ്രോട്ടീൻ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പണ്ടത്തെ ഒരു മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെയുള്ള ഒരു കൊളസ്ട്രോൾ വരും, കാലറി കൂടുതലാണെന്നൊക്കെ ഞാൻ പണ്ടായിരുന്നപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം എടുക്കേണ്ട എഗ്ഗിന്റെ കണക്കുണ്ട്. ആ ഒരു കണക്കെടുക്കാം. എഗ് വൈറ്റ് എടുക്കാൻ നല്ലതാണ്. ഈ പറയുന്ന മഞ്ഞയില്ലേ, യോക്ക് എന്ന് പറയുന്നത് ഒരു 2-3 ഹോള് കഴിച്ചതിന് പ്രശ്നമില്ല. പക്ഷെ അതിൽ കൂടുതൽ എടുക്കാണ്ടിരിക്കുക. അല്ലാത്ത പക്ഷം അത് പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. പനീർ എടുക്കാം, പിന്നെ മഷ്റൂം എടുക്കാം. മഷ്റൂം ഒക്കെ അങ്ങനെ നമുക്ക് ലോ കാലറി ഫുഡ് ഏതൊക്കെ ഉണ്ട് എന്ന് ഞാൻ ഒന്ന് തിരഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് സ്റ്റക്ക് മാറാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എക്സസൈസ് പാറ്റേൺ ഒന്ന് മാറ്റി നോക്കുക. നമ്മളിപ്പോൾ ഒരൊറ്റ എക്സസൈസ് മാത്രമാണ് ഡെയിലി ചെയ്യുന്നതെങ്കിൽ അതിന്റെ പാറ്റേൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെയിറ്റ് സ്ട്രെങ്തനിങ് ചേർത്തിട്ട് ഇപ്പോൾ 8K സ്റ്റെപ്പ് നടക്കുന്ന ആളാണെങ്കിൽ ഒരു 10K സ്റ്റെപ്പ് എടുത്ത് നോക്കുക. അപ്പൊ നമ്മൾ ആ ഒരു എക്സസൈസിന് ഒന്ന് ചേഞ്ച് കൊടുത്ത് നോക്ക്. അപ്പൊ നമുക്ക് അതിലും ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ളത് ചാൻസസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചില ഹിഡൻ കാലറി ഉണ്ട്. നമ്മളിപ്പോൾ വെയിറ്റ് എടുക്കുന്നുണ്ട്, നമ്മൾ ഡയറ്റ് എടുക്കുന്നുണ്ട്, നമ്മൾ വീട്ടിലെ ഫുഡാണ് കഴിക്കുന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഹിഡൻ കാലറീസ് ഉണ്ട്. ഈ ഒരുപാട് എണ്ണ കോരി ഒഴിച്ച് ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. തോരനിലൊക്കെ ചിലപ്പോൾ കടുക് പൊട്ടിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ തോരനൊക്കെ വെക്കുന്നത്. ആ സമയത്ത് ഒരുപാട് എണ്ണ കോരി ഒഴിച്ചിട്ട് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഹിഡൻ കാലറീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹിഡൻ കാലറീസ് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ചിലപ്പോൾ നമ്മൾ കുറച്ച് സോസ് കഴിക്കുമായിരിക്കും. പിന്നെ പീനട്ട് ബട്ടർ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ തന്നെയായിരിക്കണം. ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതും സ്പൂണായിട്ട് കൺസിഡർ ചെയ്ത് എടുക്കരുത്. പിന്നെ ചപ്പാത്തിയുടെ അളവ്, ഒരു ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഒരു വലിയ ചപ്പാത്തി എടുത്തു കഴിഞ്ഞാൽ ഒരു ചപ്പാത്തി അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഹിഡൻ കാലറി, നമ്മൾ കുറച്ച് ഹിഡൻ കാലറീസ് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഇതിലെടുക്കും കേട്ടോ. നമ്മൾ എന്തുകൊണ്ടാണ് ഓയിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിക്കുന്നതിലെല്ലാത്തിനും ഓയിലിന്റെ കണ്ടന്റ്, തോരൻ നമ്മൾ തേങ്ങ ഇടുന്നുണ്ട് അതിന്റെ ഓയിലിന്റെ കണ്ടന്റ് ഉണ്ട്, പുളിശ്ശേരി കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് നട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫാറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ അതെല്ലാം നോക്കാം. ഹിഡൻ കാലറി എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. ഓക്കെ, അപ്പൊ ഹിഡൻ കാലറീസ് എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് നമ്മളെ ഫുഡ് ചെയ്യുന്ന അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതൊന്ന് ചേഞ്ച് ഒന്ന് വരുത്തി നോക്കാം കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ സ്ലീപ്പ്, നന്നായിട്ട് ഉറങ്ങണം കേട്ടോ. നന്നായിട്ട് ഉറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം മസ്റ്റ് ആണ്. അതിപ്പോ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഉറങ്ങാൻ, ഞാനൊരു കമന്റ് ഞാൻ കണ്ടു, ഉറക്കാൻ എന്ത് വഴി ചെയ്യണം എന്ന് എന്നോട് ചോദിച്ചു. എന്റെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം എങ്ങനെ ശരിയാക്കാന്ന് വെച്ചാൽ നൈറ്റ് ഒരുപാട് ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കുക. വെള്ളം കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുന്നേ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് എഴുന്നേൽക്കേണ്ട കാര്യമില്ല. സ്ട്രെസ് ഒരുപാട് എടുക്കാതിരിക്കുക. രാത്രി ഇങ്ങനെ ഇന്നത്തെ ദിവസത്തെ പറ്റി ആലോചിച്ച്, ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ ഡിപ്രഷനൊക്കെ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ സ്ലീപ്പ് എപ്പോഴും സമാധാനമായിട്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നമ്മൾ ബെഡ് കാണുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ആ റൂമിനെ ആ ഒരു രീതിയിൽ കൊണ്ടുവരാം. ഒരുപാട് വെളിച്ചമൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് കഴിഞ്ഞാൽ വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു റൂം പോലെ ആയിരിക്കണം. പിന്നെ നമ്മളെ ബെഡ് ചെറിയ മറ്റേ മണമുള്ള ക്യാൻഡിൽ
കാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു മൂഡ് നമ്മളിത് ഉറങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു മൂഡ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കാന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ചിലർക്ക് പാട്ടൊക്കെ കേൾക്കാൻ കേട്ട് കഴിഞ്ഞാൽ ഉറങ്ങും എന്നുള്ളവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ കൂടുതലും ഫോണൊന്നും യൂസ് ചെയ്യാണ്ട് വേണ്ട ഇരിക്കാൻ, സ്ക്രീൻ ടൈം നന്നായിട്ട് ഒഴിവാക്കുക, എന്നിട്ടൊന്ന് കിടന്ന് നന്നായിട്ട് ഉറങ്ങുക. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് രാത്രിയാകുമ്പോൾ ഉറക്കം വരും. കാര്യം വർക്കൗട്ട് ചെയ്യുന്നു, നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബെഡിൽ വന്ന് കിടക്കുന്ന മാത്രമേ എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഉച്ചയ്ക്കൊന്നും ഉറക്കം വരില്ല. ഉച്ചയ്ക്ക് ഞാൻ എത്ര കിടന്നാലും എനിക്ക് ഉച്ചയ്ക്കൊന്നും ഉറക്കം വരില്ല. എനിക്ക് നൈറ്റ് മാത്രമേ ഉറക്കം വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലീപ്പ് മസ്റ്റ് ആണ് കേട്ടോ. സ്ലീപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ, സ്ലീപ്പ് ഇല്ലെങ്കിലും വെയിറ്റ് സ്റ്റക്ക് വരും, വെയിറ്റ് കൂടുതലായിട്ട് കാണിക്കുമ്പോൾ സ്ലീപ്പ് മെയിനായിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ വെയിറ്റ് സ്റ്റക്ക് എന്ന് പറയുന്നില്ലേ, ജസ്റ്റ് വെയിറ്റിന് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇഞ്ചസും കൂടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക കേട്ടോ. വെയിറ്റ് സ്റ്റക്ക് ആണെങ്കിൽ ഇഞ്ചസ് മെഷർ ചെയ്തുമ്പോൾ ചിലപ്പോൾ ഇഞ്ചസ് ലോസ് ഒക്കെ വരും കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് നോക്കുക. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വെയിറ്റ് സ്റ്റക്ക് അല്ല, നമുക്ക് വെയിറ്റ് എന്താ പറയുക പ്രോഗ്രസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ 70 kg ആണെങ്കിലും കാണാനായിട്ട് നല്ല ഫിറ്റ് ആയിട്ടിരിക്കും. അതിന്റെ റീസൺ ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ. അവർ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അവർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വെയിറ്റ് സ്റ്റക്കാണ് ഞാൻ ഇതെല്ലാം നിർത്തി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിപ്പോകാനേ സമയങ്ങളുള്ളൂ. നമ്മൾ സ്ട്രാറ്റജീസ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. 1-2-3 ദിവസം ഒന്ന് റെസ്റ്റ് എടുത്ത് നോക്കുക. ഞാൻ എന്ത് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. ശരീരത്തിനൊന്ന് റെസ്റ്റ് കൊടുക്കുമ്പോൾ എൻ്റെ വെയിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നത് തന്നെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനൊന്ന് റെസ്റ്റ് കൊടുക്കും. ശരീരത്തിന് മതിയാവുന്ന റെസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ വെയിറ്റ് സ്റ്റക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ വെയിറ്റ് സ്റ്റക്ക് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം എന്നോട് വന്ന് പറയാം. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ വെയിറ്റ് ലോസിലാണ്. വെയിറ്റ് ലോസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എൻ്റെ കൂടെ കൂടിക്കോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.